ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൊരിയും ശർക്കരയൊക്കെ വെച്ചിട്ട് ഒരു മിഠായിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ട് നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ചെറിയ ഷോപ്പുകളിലൊക്കെ കാണാറുണ്ടായിരുന്നു മിഠായി. ഇപ്പോൾ അങ്ങനെ ഷോപ്പുകളിലൊന്നും കാണാറില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമോ നോക്കിയാലോ. ഈ ഒരു മിഠായി ഉണ്ടാക്കാനായിട്ട് ഇതിലോട്ട് ആവശ്യമുള്ള ചേരുവകൾ തേങ്ങയും ശർക്കരയും പിന്നെ നമ്മൾ പൊരിയും പിന്നെ ഏലക്ക പൊടിച്ചതുമാണേ. അപ്പോൾ തേങ്ങ നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. കോക്കനട്ട് ഓയിലോ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആ ഒരു തേങ്ങ മാത്രം അങ്ങനെ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടെടുക്കണം. നല്ല ഗോൾഡൻ കളർ ആവുന്ന ഒരു സമയത്ത് നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ അതുവരെ വറുത്തെടുത്താൽ മതി. പിന്നെ തേങ്ങ ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു ശർക്കര പൊരി മിഠായി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ പാനിൽ നിന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് ജാഗരി ഉരുക്കിയെടുക്കണം. അപ്പോൾ ഒരു കുറച്ച് ജാഗരി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഉരുകിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അധികമായിട്ട് വെള്ളം ഒഴിക്കരുത്. നമുക്കത് വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഈ ശർക്കരയിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കാണുമല്ലോ, അപ്പോൾ അതൊന്ന് ഊറ്റിയിട്ടെടുക്കും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജാഗരി നന്നായിട്ട് ഉരുകിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് അരിച്ചെടുത്ത ഈ ഒരു ജാഗരി സെയിം പാനിലോട്ട് തന്നെ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് അതിലുള്ള വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. പിന്നെ ഈ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു കുറച്ച് അധികമായിട്ടൊന്നും വേണ്ട, പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ജസ്റ്റ് അതിനകത്തുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ തൊടുന്ന സമയത്ത് ഇങ്ങനെ ഒരു നൂല് പരുവത്തിൽ ഇങ്ങനെ കിട്ടുന്ന സമയം വരെ. ഈ ഒരു സമയത്താണ് നമ്മളെ പൊരി ശർക്കരയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ എത്രത്തോളം ശർക്കര ആഡ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ട് പൊരി ആഡ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ പൊരിയും നേരത്തെ വറുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയും കൂടെ ശർക്കരയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. രണ്ടും കൂടെ ഫ്ലെയിം ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ചൂട് അറിയതിന് ശേഷമാണ് നമ്മളിത് ബോൾസ് ആക്കിയിട്ട് എടുക്കേണ്ടത്. ചെറിയൊരു ചൂടിൽ നമ്മളത് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. കയ്യിൽ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ കയ്യിൽ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു ബോൾസ് കഴിക്കുന്ന സമയത്ത് നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് കഴിക്കുന്ന ആ ഒരു ഓർമ്മ അങ്ങനെ വരുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അന്നത്തെ ഒരു പഴയ കാലമൊക്കെ ഓർത്തുപോയി. അങ്ങനെ നമ്മളെല്ലാം ബോൾസാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.
അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു ഓൾ.